ഹായ് ഡിയേഴ്സ്, നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ്. ഈ സ്പ്രെഡ് നിങ്ങളുടെ പരിഹരിക്കപ്പെടാനാകാത്ത വേദനകളെക്കുറിച്ചും ഹീലിങ്ങും നിങ്ങൾക്കാവശ്യമില്ലാത്തവയെ റിലീസ് ചെയ്യുന്നതിനെക്കുറിച്ചും അതുവഴി സ്വന്തം മൂല്യം വീണ്ടെടുക്കുന്നതിനെക്കുറിച്ചുമാണ് പറയുന്നത്. അതായത് നിങ്ങളെ ആകർഷിക്കുന്നതെന്താണ്, നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നതെന്താണ്, ഇമോഷണൽ വൂൺസിൽ നിന്ന് എങ്ങനെ കരകയറാം എന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുമാണ് പറയുന്നത്. ഇവിടെ ശക്തമായ ഒരു ആകർഷണത്തെ സൂചിപ്പിക്കുന്നുണ്ട്. ഒരു വ്യക്തിയിൽ നിങ്ങൾ വല്ലാതെ ആകൃഷ്ടരാണ്, അല്ലെങ്കിൽ അവരുടെ ആകർഷണ വലയത്തിൽപ്പെട്ട് നിൽക്കുകയാണ് നിങ്ങൾ. ഇത് ആത്മീയപരമായോ വികാരപരമായോ ആഴമുള്ള ഒരു ബന്ധമാകാം. ഈ ആകർഷണം നിങ്ങളുടെ വളർച്ചയ്ക്ക് സഹായകരമാണോ, അതോ പഴയ വേദനകളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയോ, അതോ അവ വീണ്ടും ആവർത്തിക്കുകയാണോ, അതുമല്ലെങ്കിൽ നിങ്ങളെ ഇത് എന്തിൽ നിന്നെങ്കിലും തടയുന്നുണ്ടോ എന്നും നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. നിങ്ങൾ എടുക്കുന്ന ഓരോ തീരുമാനവും പഴയ വേദനകളെ അടിസ്ഥാനമാക്കിയാണ് എടുക്കുന്നത്. സ്വയം ഇര എന്ന് വിശേഷിപ്പിച്ച് ജീവിക്കേണ്ട കാലമൊക്കെ കഴിഞ്ഞു. ഇതൊരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സമയമാണ്. നിങ്ങൾ അനുഭവിച്ച വേദനകൾ സത്യമാണ്, പക്ഷേ അത് സ്ഥിരമായിട്ടുള്ളതല്ല. ആരെങ്കിലും നിങ്ങളെ വിട്ടുപോയി എന്ന് കരുതി എല്ലാവരും അങ്ങനെ ആകണമെന്നുമില്ല. വിട്ടുപോയ സങ്കടത്തിൽ ശിഷ്ടകാലം ജീവിച്ച് തീർക്കേണ്ട ആവശ്യവുമില്ല. സെൽഫ് വർത്ത് എന്നൊന്നുണ്ട്, അവിടെയാണ് കാര്യം. സർവൈവർ ആകണോ അതോ ഇരയാകണോ? തീരുമാനം നിങ്ങളുടേതാണ്. താങ്ക് യു ഡിയേഴ്സ്.